കൂട്ടുകാരെ നമസ്കാരം. ഞാനിപ്പോൾ കൊടുങ്ങൂരാണ്. കൊടുങ്ങൂര് അഞ്ജുവിൻ്റെ വീട്ടിലാണ്. അപ്പോൾ വന്നതെന്നാന്ന് വെച്ചാൽ അഞ്ജുവിൻ്റെ പപ്പ പോലീസിലെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. 1979 സർവീസിൽ കയറിയതാണ്. 2007 റിട്ടയർ ആയത്. അപ്പം പപ്പേനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒത്തിരി അനുഭവങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അപ്പോൾ ഞാനിവിടെ വരുമ്പോൾ തന്നെ ഒത്തിരി കാര്യങ്ങൾ പോലീസിലുള്ള ഒത്തിരി കാര്യങ്ങൾ എന്നോട് പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് വന്നപ്പോൾ അതൊന്ന് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് ഓർത്താണ്. അപ്പോൾ കൂട്ടുകാരന്മാരെ അതൊന്ന് കാണിച്ചു തരാം. പപ്പയ്ക്ക് ഇന്നലെ ഒരു സർജറി ഉണ്ടായിരുന്നു, കണ്ണിൻ്റെ കാറ്ററാക്ട് സർജറി. അപ്പം സർജറിയൊക്കെ കഴിഞ്ഞിരിക്കുവായിരുന്നു കണ്ണിന്. അപ്പോൾ കാര്യങ്ങളൊക്കെ സർവീസിലെ പോലീസിലെ പഴയ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചോദിക്കാം. പപ്പേ നമസ്കാരം. അപ്പോൾ കൂട്ടുകാർക്ക് പപ്പേനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാമോ? എൻ്റെ പേര് ML മത്തായി എന്നാണ്. ഞാൻ 1979 ഡിസംബർ മാസം 1-ാം തീയതിയാണ് സർവീസിൽ കയറുന്നത്. അത് PSC പരീക്ഷ എഴുതി 1979 ഡിസംബർ 1-ാം തീയതി വടകര എക്സൈസ് സർക്കിൾ ഓഫീസിലാണ് എക്സൈസ് ഗാർഡായിട്ട് ജോലി പ്രവേശിക്കുന്നത്. ഞങ്ങൾ അഡീഷണൽ 13 പേര് ഒന്നിച്ച് ഒരു ഓഫീസിൽ ജോയിൻ ചെയ്തു. അപ്പം പപ്പ ഈ ട്രെയിനിങ് ഒക്കെ എവിടെ വെച്ചായിരുന്നു? അപ്പോൾ അന്നത്തെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ സർവീസിൽ എടുത്തതിന് ശേഷം സർവീസിൽ നിന്ന് ട്രെയിനിങ്ങിന് വിടുക ഞങ്ങളെ. അപ്പോൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു ട്രെയിനിങ് ക്യാമ്പിലെ ജീവിതവും. ഓർത്താലൊരു വളരെ ഓർമ്മയിൽ ഇപ്പം സന്തോഷിക്കാനൊക്കെ ഉണ്ട്. അന്നെന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ അതായത് ഈ ഹിപ്പീസൊക്കെ ഇറങ്ങുന്ന കാലഘട്ടമാണ്. മുടിയൊക്കെ നീട്ടി ഹിപ്പിയൊക്കെ ആയിട്ട് അങ്ങനെ നടക്കുന്ന കാലഘട്ടത്തിൽ ഞങ്ങൾ സർവീസിൽ കയറുന്നത്. പെട്ടെന്ന് അവിടെ ചെന്ന് ട്രെയിനിങ് തുടങ്ങിയപ്പോഴത്തേക്ക് എല്ലാത്തിനെയും പിടിച്ച് തലമുടിയെല്ലാം കട്ട് ചെയ്ത് പോലീസ് കട്ടിങ്ങൊക്കെ ആക്കി. ഇപ്പം തന്നെ മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം ഇതൊക്കെ ആ ഷേപ്പ് തന്നെ മാറിപ്പോയി. പിന്നെ നല്ല വേനൽക്കാലം ചൂടുള്ള സമയം, ആ വെയിലത്തുള്ള പരേഡ്, അതുപോലെ ലാത്തി ഡ്രില്ല്, പിന്നെ ബയനറ്റ് ഡ്രില്ല്, തോക്കിൻ്റെ ഫയറിങ്, ഇങ്ങനെയൊക്കെ ഒത്തിരി പ്രശ്നങ്ങളുള്ള ഒത്തിരി ബുദ്ധിമുട്ടുകളാണ്. പിന്നെ ആ കഷ്ടതയൊക്കെ ഞങ്ങൾ അങ്ങനെ സഹിച്ചെങ്കിലും അത് ഞങ്ങൾക്ക് ജോലിയുടെ ഭാരമായി. അത് പിന്നീട് ഒത്തിരി അനുഭവങ്ങൾ ഞങ്ങൾക്ക് ആ ട്രെയിനിങ് കൊണ്ടുണ്ടായി. അവിടെ ട്രെയിനിങ്ങിൽ ക്ലാസ്സുകളുണ്ട്. ഡിപ്പാർട്ട്മെൻറ്റിനെ പറ്റിയുള്ള ക്ലാസ്സുണ്ട്. IPC, CRPC, എവിഡൻസ് ആക്ട്, മോട്ടോർ വെഹിക്കിൾ ആക്ട്, അബ്കാരി ആക്ട്, ഇങ്ങനെയുള്ള ആക്റ്റുകളൊക്കെ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. എല്ലാം കൊണ്ട് ഒരു വിധത്തിൽ പറഞ്ഞാൽ വളരെ സന്തോഷമാകും. എന്നാൽ ബുദ്ധി പ്രശ്നമാകും. പിന്നെ അവിടുത്തെ ആ കഞ്ഞിയൊക്കെ ഞങ്ങൾ വെയിലത്ത് കിടന്ന് 10 മണിയാകുമ്പോഴത്തേക്ക് രാവിലത്തെ പരേഡ് കഴിയും. പരേഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വന്നാൽ ഉടനെ വിശന്ന ഓടി വരുന്ന അന്നത്തെ പ്രായം അങ്ങനെയാണല്ലോ. വന്നു കഴിഞ്ഞാൽ ഉടനെ ഈ കഞ്ഞി പാത്രം എടുത്തുകൊണ്ട് ഞങ്ങൾ ഓടുക. ഓടിച്ചെന്ന് കഴിഞ്ഞാൽ കഞ്ഞിയോട് അനുബന്ധിച്ച് എന്തെങ്കിലും നല്ല കറി കാണും. അതും കൊണ്ട് പോയി ഇരുന്നുകൊണ്ട് ആ കഞ്ഞി കുടിക്കുന്നതും കൂട്ടുകാർ നമ്മളിൽ നിന്നുള്ള അതൊക്കെ ഒരു വളരെ സന്തോഷമുള്ളൊരു കാര്യമായിരുന്നു ആ കാലഘട്ടത്തിൽ. ഞങ്ങൾ ഈ 13 പേര് ഒന്നിച്ച് ജോയിൻ ചെയ്തിട്ട് അന്നത്തെ കാലത്ത് ഞങ്ങളുടെ യൂണിഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹാഫ് നിക്കറാണ്. കാരണം ഇപ്പോഴത്തെ പോലെയുള്ള പാൻറ്റൊന്നുമല്ല അന്നത്തെ യൂണിഫോം. പിന്നെ ഈ എക്സൈസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോഴിക്കോട് വടകരയാണ് ഞാൻ ജോലി ചെയ്യുന്നതെങ്കിൽ വടകര സർക്കിളിൻ്റെ കീഴിലാണ് നാദാപുരം, കുറ്റിയാടി, കക്കട്ടിൽ, അതുപോലെ തന്നെ കൊയിലാണ്ടി റേഞ്ച്, വടകര റേഞ്ച്, ബാലുശ്ശേരി റേഞ്ച്, നാദാപുരം റേഞ്ച്. ഈ 4 റേഞ്ചിൻ്റെ അധികാര പരിധിയാണ് ഈ വടകര സർക്കിൾ. അപ്പം ഞങ്ങൾ ഈ 13 പേര് ഭൂരിഭാഗവും വിവാഹം കഴിക്കാത്തവരാണ്. ഞങ്ങൾ നല്ല ടീമായിരുന്നു. അതിൽ കുറേ ആൾക്കാരൊക്കെ മരിച്ചുപോയി. എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ഉദയകുമാർ വയനാട്ടിലായിരുന്നു. അദ്ദേഹം ഒരു ആക്സിഡൻ്റിൽ അടുത്ത ദിവസം മരിച്ചു എന്ന് എൻ്റെ സ്നേഹിതൻ ഒരു ഉമ്മറുണ്ട്, താമരശ്ശേരിക്കാരനാണ്. അദ്ദേഹം എന്നെ വിളിച്ച് പറഞ്ഞു. എനിക്ക് പോകാനൊന്നും പറ്റാത്ത സാഹചര്യമായിരുന്നു. എങ്കിലും മറക്കാനാവാത്ത എൻ്റെ ചില കൂട്ടുകാരുണ്ട് അന്നത്തെ ആ ഫസ്റ്റ് ബാച്ചിലെ. അതിലൊന്നാണ് ഈ പറഞ്ഞ ഉദയകുമാർ, ഒരു തിരുവനന്തപുരംകാരൻ വക്കൻ ഒരു മുനീർ, പിന്നെ അതുപോലെ തന്നെ ഒരു രാധാകൃഷ്ണൻ നായർ, പിന്നെ ഒരു P. ഗോപി, ജനാർദ്ദൻ. ഇപ്പം തന്നെ ഞങ്ങൾക്ക് മറക്കാൻ വയ്യാത്ത അന്നത്തെ ഒരു പ്രിവൻറ്റീവ് ഓഫീസർ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് കളക്ടർ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്, P. ഭാസ്കരൻ. പപ്പ പോലീസ് സർവീസ് ആയിരുന്നു. അപ്പം ഒത്തിരി മറക്കാനാകാത്ത അനുഭവങ്ങൾ കാണുമല്ലോ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് ആയ കാരണം. അപ്പോൾ മറക്കാൻ പറ്റാത്ത കുറച്ച് അനുഭവങ്ങളൊന്ന് ഏതെങ്കിലും ഒരു അനുഭവം ഒന്ന് പറയാമോ? അപ്പോൾ സർവീസിൽ എനിക്ക് മറക്കാൻ പറ്റാത്ത ചില ഒത്തിരി അനുഭവങ്ങളുണ്ട്. അതിലൊരു അനുഭവം ഞാൻ പറയാം.
അതായത് ഞങ്ങൾ വടകര ജോലി ചെയ്യുന്ന സമയത്ത് ഈ മരുതോങ്കര കരിങ്ങാട് മലയെന്നും പറഞ്ഞൊരു മലയുണ്ട്. കരിങ്ങാട് അത് വണ്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആ റെയ്ഡിന് പോയി ഒരു വീട് റെയ്ഡ് ചെയ്യാൻ പോവുക. രാത്രി മുഴുവൻ ആ മല മുഴുവൻ റെയ്ഡെല്ലാം നടത്തി അതിനുശേഷം നേരം വെളുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പം ഞങ്ങൾ വണ്ടി ഏതാണ്ട് ഈ സ്ഥലവുമായിട്ട് ഒരു 7 കിലോമീറ്റർ ഇപ്പുറത്ത് വരെ ജീപ്പ് ചെല്ലുകയുള്ളൂ. പിന്നെ നടന്നു വേണം പോകാൻ. ആ മല കയറി ഞങ്ങൾ അങ്ങനെ ആ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു വലിയ കുന്നിൻ്റെ മണ്ടയിലാണ് വീടിരിക്കുന്നത്. ആ വീട്ടിൽ ഞങ്ങൾ കയറി ചെന്ന് ആ വീടെല്ലാം പരിശോധിച്ചു. ആ വീട്ടിലെ ഉടമസ്ഥയുടെ പേര് കല്യാണി എന്നാണ്, എൻ്റെ ഓർമ്മ കല്യാണി. ഞങ്ങളിങ്ങനെ വീട് സെർച്ച് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാനും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു ഭാസ്കരൻ സാറും പ്രിവൻറ്റീവ് ഓഫീസർ ഞങ്ങളങ്ങനെ വർത്തമാനം പറഞ്ഞ് സ്ത്രീയായിട്ട് ഈ കല്യാണിയായിട്ട് ഇങ്ങനെ അവർ ഉമ്മറത്ത് പടിവാതിക്ക് വന്ന് ഞങ്ങളോട് ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിൽ ജോലി ചെയ്തിരുന്ന കുറച്ച് പേര് ഈ വീടിൻ്റെ പരിസരം പരിശോധിക്കുക. ഈ പരിശോധിക്കുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് ഒരു കിണറുണ്ട്. അവിടെ മലയുടെ മണ്ടയിലെ കിണറാണ്, അതിന് ഈ ആൾമറയൊന്നുമില്ല. ആ കിണറിൻ്റെ അവിടെ തടിപ്പാല ഇട്ടിട്ട് പാള വഴിയാണ് വെള്ളം വലിച്ചു പോകുന്നത്. ഭയങ്കര ആഴമുള്ള കരിങ്കല്ല് വെടിവെച്ച് ഇറക്കിയിരിക്കുന്ന കിണറാണ്. അപ്പോൾ അവിടെ ഇവരിങ്ങനെ വർത്തമാനം പറഞ്ഞ് രണ്ടുപേര് കൂടി ഇങ്ങനെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ വീട്ടിനകത്തിലെ ഒരു ശബ്ദം കേൾക്കുന്നു. ഞങ്ങൾ നോക്കുമ്പോഴത്തേക്ക് ഈ ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്ന ഈ സ്ത്രീ അകത്തേക്ക് കയറി ഓടിപ്പോവാണ്. പിന്നെ ഒരു ശബ്ദം കിണറ്റിലെന്തോ വീഴുന്നൊരു ശബ്ദമാണ് കേൾക്കുന്നത്. ഉടനെ ഞാനും ഈ ഭാസ്കരൻ സാറും കൂടെ ഓടിച്ചെല്ലുമ്പം ഈ കിണറിൻ്റെ ആഴത്തിൽ വെള്ളം കിടന്നിങ്ങനെ ഓളം വെട്ടുന്നുണ്ട്. ഈ സ്ത്രീ എന്ന് കിണറ്റിൽ ചാടുക. അപ്പോഴത്തേക്ക് അത് കുടിയേറ്റ പ്രദേശമാണ്. ആൾക്കാരെല്ലാം ഇങ്ങനെ പെട്ടെന്ന് ബഹളം വെച്ച് ആളെല്ലാം കൂടെ കൂടി ജനങ്ങളെല്ലാം ഞങ്ങളെ വകഞ്ഞു. വലിയ പ്രശ്നമായി, ഒച്ചപ്പാടായി, ബഹളമായി. അപ്പം ഈ അപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ടായി ഭാസ്കരൻ സാർ പറഞ്ഞു, ഈ സ്ത്രീയെ എങ്ങനെയും നമുക്ക് രക്ഷപ്പെടുത്തണം. അവർ കിണറ്റ് വീണ് കിടക്കുന്നത് ഞങ്ങൾക്ക് കാണാം. ഉടനെ ഞങ്ങളുടെ കൂടെ ആലപ്പുഴക്കാരൻ ഒരു ഗോപി ഉണ്ടായിരുന്നു. ഗോപി അപ്പോൾ അയക്ക് വെള്ളമൊക്കെ ആയിട്ട് ഒത്തിരി പരിചയമുള്ള ആളാണ്. അയാളോട് പറഞ്ഞു, ഈ ഭാസ്കരൻ സാർ പറഞ്ഞു, ഗോപി നമുക്കൊരു കാര്യം ചെയ്യണം, എങ്ങനെയും ഈ മനുഷ്യനെ രക്ഷിക്കാനുള്ള മാർഗമുണ്ട്. അപ്പോൾ ഈ പാള കെട്ടുന്ന കയറുണ്ട്. ഈ കയറെടുത്ത് ഈ പാലത്തിലിട്ട് കെട്ടിയിട്ട് ഈ ഗോപി ആ കയറ് വഴി പിടിച്ച് ഒരു കുറച്ച് താഴോട്ടിറങ്ങി ഗോപി എടുത്ത് ചാടി കിണറ്റിലേക്ക് ചാടി. അപ്പോഴത്തേക്ക് ആൾക്കാരെല്ലാം അങ്ങ് കൂടി കിണറ്റിലോട്ട് ചാടി. ഇവർ വെള്ളത്തിലോട്ട് മുങ്ങിപ്പോയി. താണു പോയിട്ട് പൊങ്ങി വരുമ്പോൾ ഈ സ്ത്രീയെ എടുത്തോണ്ടാണ് വരുന്നത്. അതിൽ തോളത്തിട്ടുകൊണ്ട് ഈ കിണറിൻ്റെ അടിയിൽ പാറയിൽ ഇങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുക. അപ്പോൾ ആൾക്കാരെല്ലാം വന്ന് ഭയങ്കര ബഹളം, അവന്മാരെ തല്ലണം കൊല്ലണം, ഒറ്റ ജീവനോടെ വിടരുതെന്നൊക്കെ പറഞ്ഞ് വലിയ പ്രശ്നം വെച്ച് ഞങ്ങളിങ്ങനെ കൈ പിടിച്ച് നിൽക്കുകയാണ്. കാരണം ഈ കിണറിൻ്റെ സൈഡിലിരിക്കുന്ന കല്ല് ഏതെങ്കിലും താഴോട്ട് വീണാൽ അവർ രണ്ടുപേര് കിണറ്റിൽ കിടക്കുക. അവസാനം ഞങ്ങൾ ഇവരോട് പറഞ്ഞു, നിങ്ങൾ എങ്ങനെയെങ്കിലും ഈ സ്ത്രീയെ ഒന്ന് രക്ഷിക്കാൻ നോക്ക്. അപ്പോൾ അവർക്ക് ജീവനുണ്ടെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. തലവഴി ഇങ്ങനെ ബ്ലഡെല്ലാം ഇങ്ങനെ കിണറ്റിലേക്ക് വെള്ളത്തിലോട്ട് വീഴുന്നുണ്ട്. ഉടനെ 2-3 ആൾക്കാരെല്ലാം ബഹളം വെച്ച് 2-3 ചെറുപ്പക്കാർ മുന്നോട്ട് വന്നപ്പോൾ അവരോട് ഞങ്ങൾ നിങ്ങൾ കിണറ്റിലോട്ടൊന്ന് നോക്ക്, ആ 2 ജീവനാണ് കിടക്കുന്നത്, നമുക്ക് അതിനെ രക്ഷിക്കാം, അതിനുള്ള മാർഗം നോക്കാൻ പറഞ്ഞപ്പോഴത്തെ ഉടനെ അവർ അവിടെ നിന്ന് ചുറ്റും കൂടി ആൾക്കാരെല്ലാം മാറ്റിയിട്ട് അവന്മാർ വന്നിട്ട് ഉടനെ അവിടെ നിന്ന് അവർ ഏണിയും വലിയ തേങ്ങ ചുമക്കുന്ന കൊട്ടയുണ്ട്, വടവുമെല്ലാം ആയിട്ട് വന്നിട്ട് ഏണി വെച്ച് ഇവർ കുറേ ഇറങ്ങിയിട്ട് ഈ കൊട്ടയ്ക്കകത്ത് ഈ സ്ത്രീയെ ഇരുത്തി അവരെ എന്നിട്ട് കരയ്ക്ക് നിന്ന് വലിച്ചു കരയ്ക്ക് കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്ക് ബോധമൊന്നുമില്ല. അപ്പം ഞങ്ങൾ ഗോപിയോട് പറഞ്ഞു, ഗോപി പെട്ടെന്ന് കയറിക്കോളും. ഗോപി ഒരു ഏണി വഴി വന്നിട്ട് പിടിച്ച് ഗോപിയും കരയ്ക്ക് കയറി. ഗോപി കിണറ്റിലിറങ്ങിയ എക്സൈസ് ഗാർഡാണ്, അദ്ദേഹം ബോധം കെട്ട് പുള്ളിയും വീണുപോയി. അങ്ങനെ അവർ ഞങ്ങൾ ആൾക്കാരോട് പറഞ്ഞു, വേഗം ഇവരെ നമുക്ക് കുറ്റ്യാടി ആശുപത്രിയേ ഉള്ളൂ, കുറ്റ്യാടി ഗവൺമെൻറ് ആശുപത്രി. അപ്പോൾ ഈ വണ്ടിയുടെ അടുത്ത് വരണമെങ്കിൽ വണ്ടി കിടക്കുന്നിടത്തുണ്ട് 7 കിലോമീറ്റർ ഉണ്ട്. അപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഈ പ്രശ്നം വന്നപ്പോഴത്തേക്ക് ഒരു എക്സൈസുകാരൻ ഓടിപ്പോയി. അവൻ യൂണിഫോം ഇട്ടാണ് ഓടിയത്. പിന്നെ ഓടി അടുത്തൊരു വീട്ടിൽ ചെന്ന് കയറി രക്ഷിക്കണമെന്ന് പറഞ്ഞു. ഉടനെ അവർ ആ വീടിനകത്ത് കയറി ഇവനെ ഇരുത്തി. അപ്പം ഇവർ കിണറ്റിൽ നിന്ന് എടുത്തെന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ആരോ ഓടിക്കുന്ന അവരുടെ വീട്ടിലൊരു ജീപ്പുണ്ട്, പെട്രോൾ ജീപ്പാണ്. അത് കാണുമ്പോൾ ഈ മല കയറി വരുവുള്ളൂ. അപ്പോൾ അവരോട് ചെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ വീട്ടിലെ ഒരു അമ്മച്ചി ഉണ്ടായത്, അതായത് പാലാ ഭാഗത്ത് നിന്ന് അവർ അവിടെ ചെന്ന് താമസക്കാരാണ്. ആ അമ്മച്ചി പറഞ്ഞാൽ ആ മകനോട് പറഞ്ഞേട്ടാ, മകൻ നീ വണ്ടി ഇങ്ങോട്ട് ചെല്ല്. അപ്പോൾ അങ്ങോട്ട് പിന്നെ ഈ പെട്രോൾ വണ്ടിയാണ് കയറിപ്പോവും. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ആ ചെറുക്കൻ വന്നാൽ ഞാൻ ചെല്ലാമെന്നും പറഞ്ഞ് ജീപ്പ് എടുത്തുകൊണ്ട് വന്ന് ആ ജീപ്പിൽ ഇവരെ കയറ്റി ഞാൻ കുറ്റിയാടി ആശുപത്രിയിലേക്ക് വേഗം കൊണ്ടുപോക്കണം പറഞ്ഞ് ഞങ്ങളുടെ
കൂട്ടത്തിലുള്ളത് രണ്ടുപേരെ കൂടെ ആ ജീപ്പെ കയറ്റി കുറ്റ്യാടി ആശുപത്രിയിലേക്ക് പറഞ്ഞു വിട്ടിട്ട് അപ്പോഴത്തേക്ക് അവിടെ നിന്ന് ആൾക്കാരെല്ലാം ഞങ്ങളോട് പറഞ്ഞു വേഗം ഇവിടുത്തെ രക്ഷപ്പോൾ ആൾക്കാരെല്ലാം അവരെ കൊല്ലണോ അമ്മാരെ ഒറ്റരുത്തിനെ വീടരുതെന്നും പറഞ്ഞ് ബഹളം വെച്ചുകൊണ്ടിരിക്കുക. പറഞ്ഞാൽ അവിടെ നിന്ന് ആ ചെറുപ്പക്കാർ ഞങ്ങളോട് പറഞ്ഞു വേഗം പൊക്കോ, ഇനി സാറുമാരെ നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, നിന്നാൽ ആളുകൾ നിങ്ങളെ പ്രശ്നം ഉണ്ടാക്കും, വേഗം പൊക്കോളാൻ പറഞ്ഞു. ഞങ്ങളവിടെ നിന്ന് നടന്ന് വേഗം പോയി 7 കിലോമീറ്റർ പറഞ്ഞു ഈ വണ്ടിയിലെടുത്ത് വരണമെങ്കിൽ. ഞങ്ങൾ ആ മലയിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ഇവരെല്ലാം ഒരു ആൾക്കാർ ബഹളം വെച്ച് പുറകെ വരുന്നുണ്ട്. ഞങ്ങൾ തിരിഞ്ഞു നോക്കാതെ ഓടി നടന്നുമൊക്കെ ഒരു വിധത്തിൽ കുറച്ച് ഇറങ്ങി താഴെ ഇറങ്ങി ഒരു 2-3 കിലോമീറ്റർ താഴെ വന്നപ്പോഴത്തേക്ക് കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസുകാർ, അപ്പോൾ ഈ ഓടിപ്പോയ ആൾ ആ പുള്ളിക്കാരന് ആ എക്സൈസുകാരൻ നേരെ വിളിച്ച് ആ വീട്ടുകാരെ കൊണ്ട് ഫോൺ വിളിപ്പിച്ച് കുറ്റ്യാടി പോലീസ് സ്റ്റേഷനിൽ വിവരം പറഞ്ഞു. അവിടെ നിന്ന് പോലീസുകാർ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ കുറേ താഴെ ഇറങ്ങി വന്നു. അപ്പോൾ അവർ പറഞ്ഞു എന്നാൽ നിങ്ങൾ പോയിക്കോ, വേഗം പൊക്കോ, ഞങ്ങളുടെ സ്ഥലത്ത് പോകുമ്പോൾ പോലീസിന് പോയി ഞങ്ങളങ്ങ് പോവുകയും ചെയ്തു. ഈ സ്ത്രീയെ കൊണ്ടുപോയി കുറ്റ്യാടി ഗവൺമെൻറ് ആശുപത്രിയിൽ അഡ്മിറ്റാക്കി. അപ്പോഴത്തേക്ക് കോഴിക്കോട് ജില്ലയിലുള്ള എക്സൈസ് വൈകുന്നേരമായി. അപ്പോഴത്തെ സമയം ഞങ്ങൾ തിരിച്ചവിടെ നിന്ന് ഇറങ്ങി വന്ന് അവിടെയെല്ലാം എക്സൈസുകാരെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞു. കമ്മീഷണർ ഉൾപ്പെടെ എല്ലാ ആൾക്കാരും വന്നു. അവസാനം ഇവരെ അഡ്മിറ്റാക്കി ആശുപത്രിയിലാക്കി. അവിടെ മജിസ്ട്രേറ്റ് വന്നു അവിടെ വന്ന് മൊഴിയെടുക്കുക. ഈ സ്ത്രീയുടെ അവരെ അഡ്മിറ്റാക്കി ഇരിക്കുക ആശുപത്രിയിൽ. അവരവിടെ മൊഴിയെടുത്തപ്പം അന്ന് അവിടെ ഉണ്ടായിരുന്ന പാർട്ടിക്കാരെല്ലാം കൂടി പറഞ്ഞു ഞങ്ങൾ അടിച്ച് കിണറ്റിലിട്ടതാണെന്ന് പറയണമെന്ന് ഇവരോട് പറഞ്ഞു കൊടുത്തു. അപ്പോൾ മജിസ്ട്രേറ്റ് വന്ന് ഇവരുടെ മൊഴിയെടുക്കുമ്പം മജിസ്ട്രേറ്റോട് ഇവർ പറയുക ഇങ്ങനെ എക്സൈസുകാർ വന്നു, അവർ മട്ടല്, അവിടെ മടലെന്ന് പറയുന്ന മട്ടല്ലെന്നാണ്, ഈ മട്ടല് കൊണ്ട് അടിച്ച് ഇവർ കിണറ്റിലെടുത്തിട്ടതാണെന്ന് പറഞ്ഞു. അങ്ങനെ മൊഴിയെടുത്ത് കഴിയുമ്പോൾ ഈ മജിസ്ട്രേറ്റ് നീതിമാനായിരുന്നു. അദ്ദേഹം പറഞ്ഞു അങ്ങനെയാണ് കല്യാണിയുടെ ദേഹത്ത് പാടുകളൊക്കെ ഒന്ന് കാണാണ്ടോ, അവന് പുറത്തടിച്ചു, തുടക്കട്ടടിച്ചു എന്നൊക്കെയാണ് ഇവർ പറഞ്ഞത്. ഉടനെ വന്ന് അങ്ങനെയാണ് എനിക്കത് കാണണമെന്ന് പറയും. ഇവർക്ക് തുണിയൊക്കെ ഈ സാരി ഒരു നൈറ്റി പോലെ ഒരു ഉടുപ്പ് പോലെ ഇട്ട് അത് പൊക്കി കാണിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട്. മജിസ്ട്രേറ്റ് പറഞ്ഞു ഇത് കണ്ടാലേ ഞാൻ വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞു. അവസാനം അവർക്ക് ആ അവർക്ക് തന്നെ മനസ്സിലായി അവർക്ക് പറയുന്ന കള്ളമാണ്. ഉടനെ മജിസ്ട്രേറ്റ് പറഞ്ഞു അവരോട് ആ സംഭവം മജിസ്ട്രേറ്റിനോട് ഈ കല്യാണി പറഞ്ഞു അവരടിച്ചിട്ടതൊന്നും അല്ല, ഞാൻ ഓടി വന്ന് ചാടിയതാണെന്ന് പറഞ്ഞു. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചപ്പം അത് പിന്നീട് ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ ഒരു വലിയൊരു അനുഭവമായിരുന്നു. എന്തുകൊണ്ടാണ് ആ സ്ത്രീ കിണറ്റി ചാടിയത്? അത് പറയാം. അതായത് ഞാൻ ഈ കല്യാണിയെ കുറ്റ്യാടി ഗവൺമെൻറ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം മജിസ്ട്രേറ്റ് അവിടെ ഈ സ്ത്രീക്ക് ബന്ധവസ് ഡ്യൂട്ടിക്ക് ഇട്ടത് അന്ന് തിരുവനന്തപുരംകാരൻ ഒരു രതീശ്ചന്ദ്രൻ നായരും ഞാനും ഉൾപ്പെടുന്ന ടീമിനെയാണ് ആശുപത്രിയിൽ ഡ്യൂട്ടിക്ക് അന്ന് നിയോഗിച്ചത്. അപ്പോൾ ഞങ്ങളിങ്ങനെ കിടക്കുമ്പം ഇവരെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ഈ പ്രസവ വാർഡിൻ്റെ അവിടെയാണ്. അപ്പോൾ അവിടെയാണ് ആ ഒരു റൂമിലാണ് ഇവരെ ഇട്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളവിടെ ഞങ്ങളുടെ ബന്ധവസാണ് ഇവരെ. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഓരോ ദിവസം കഴിയും തോറും ഞങ്ങൾ ഇവരുമായിട്ട് കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി. അപ്പം ഞങ്ങൾ ചോദിച്ചു, ഈ ഭാസ്കരൻ സാറും ഞാനും കൂടി ചോദിച്ചു, കല്യാണി എന്തുകൊണ്ടാണ് കല്യാണി കിണറ്റി ചാടിയത്, എന്താ അതിന് കാരണം, ഞങ്ങളൊന്നും കല്യാണിയെ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഇതാ സാറേ പറയാം. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ മല കയറി വരുന്നത് ഞാൻ വീട്ടിലിരുന്നപ്പോൾ കണ്ടു, യൂണിഫോം ഇട്ട് ഇങ്ങനെ നിങ്ങൾ കയറി വരുന്നത് കണ്ടു. അപ്പം വീട്ടിൽ ഒരു കുപ്പിക്കകത്ത് വാറ്റുചാരായം ഇരിപ്പുണ്ടായിരുന്നു. എൻ്റെ ഇളയ ചെറുക്കൻ്റെ കയ്യിലോട്ട് ഈ ചാരായം കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു ഇതുകൊണ്ട് മോനെ എവിടെയാണ് എക്സൈസുകാർ കയറി വരുന്നുണ്ട്, ഇത് എവിടെയെങ്കിലും കൊണ്ട് അവർ കാണാതെ ഒളിച്ചു വെക്കാൻ പറഞ്ഞു. അപ്പോൾ ഈ ചെറുക്കൻ എന്ത് ചെയ്യുന്നു, അതൊരു 8-9 വയസ്സ് പ്രായമുള്ള ഈ കൊച്ചിന്. അപ്പോൾ ആ കൊച്ച് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ചാരായക്കുപ്പി എടുത്തുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങി ചെന്നപ്പോൾ ഈ കിണർ കണ്ടു, ഇവന്നെ ഈ ചാരായക്കുപ്പി കൊണ്ട് കിണറ്റിലിട്ടു. അത് കോർക്ക് വെച്ച് അടച്ചിട്ടുള്ളതായിരുന്നു. അപ്പം ഇതൊരു 3/4 കുപ്പി ചാരായം ഉണ്ടായിരുന്നുള്ളൂ, അത് താന്നു പോയില്ല. ഇതിങ്ങനെ കിണറ്റിൽ ഇങ്ങനെ കിടക്കുന്ന സമയത്താണ് 2 പേര് ഞങ്ങളുടെ കൂടെ വന്ന ഒരു റെയ്ഡും കഴിഞ്ഞിട്ട് അവർ കിണറിൻ്റെ കരയ്ക്ക് ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ട് ഇരുത്തുമ്പോൾ അവർ കിണറ്റിലോട്ട് നോക്കുമ്പോൾ ഈ ചാരായക്കുപ്പി ഇങ്ങനെ കിടക്കുന്നു, കിണറ്റിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ പൊങ്ങും വെള്ളത്തിൽ കിടന്നുകൊണ്ട് ഓളം വെട്ടുന്ന കണ്ടു. ഉടനെ ഇവരിൽ ഒരാൾ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു സാറേ ഇതേ കുപ്പി കിണറ്റിൽ കിടക്കുന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചാരായക്കുപ്പി കണ്ടുകൊണ്ടാണ് ഇവർ വിളിച്ചു പറഞ്ഞു. അപ്പോൾ ഈ കല്യാണി ഞങ്ങളുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ കല്യാണി കേട്ടത് കുട്ടി കിണറ്റിൽ കിടക്കുന്നെന്നാണ്. കുട്ടിയുടെ കയ്യിലാണല്ലോ കുപ്പി കൊടുത്തു വിട്ടെ. അപ്പം കൊച്ചു കിണറ്റിൽ ചാടിയല്ലോ എന്നുള്ള ആ ഒരു ടെൻഷനിൽ ഇവർ അകത്തോട്ട് വലിയുന്നതും കണ്ട് ഓടിച്ചെന്ന് കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഇവർ കിണറ്റിൽ ചാടിയത്. ഈ സത്യം ഇവർ ഞങ്ങളോട് പറഞ്ഞു. അപ്പം കുപ്പി കിണറ്റിൽ കിടക്കുന്നു എന്ന് പറഞ്ഞത് അവർ കേട്ടത് കുട്ടി കിണറ്റിൽ കിടക്കുന്നെന്നാണ്. ആ കുപ്പി എന്നുള്ളത് ഇപ്പായുടെ സ്ഥാനത്ത് കുട്ടിയായിപ്പോയി. അവർ ആ അമ്മയുടെ വേദന കൊണ്ട് വിഷമം കൊണ്ട് അമ്മ ഓടിച്ചെന്ന് കുട്ടിയെ രക്ഷിക്കാനായിട്ട് കിണറ്റിൽ ചാടിയതാണ്.
കുപ്പി കിണറ്റി കിടക്കണമെന്ന് പറഞ്ഞപ്പോ ആ. ആ ചേച്ചി കേട്ടത് കുട്ടി കിണറ്റി കിടക്കണമെന്ന്. അതെ അതെ. അപ്പൊ ആ ഒരു ഇതിലാണ് എടുത്ത് ചാടിയത്. അതാണ് ഈ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ അമ്മ ഓടിച്ചെന്ന് ചാടിയത്. ഈ വസ്തുതയെല്ലാം കല്യാണി ഞങ്ങളോട് പറഞ്ഞു. അങ്ങനെ അവസാനം ആ കേസ് കോടതിയിൽ പോയില്ല. അവരവസാനം അന്ന് ഈ കോമ്പൗണ്ട് ചെയ്യാം. അപ്പോൾ അവർ ഈ ചാരായം വെച്ചതിന് കൈവശം വെച്ച് അവരുടെ പേരിൽ എക്സൈസ് ഒരു കേസ് എടുക്കുകയും ചെയ്തു. അവരുടെ പേരിൽ പോലീസ് കേസെടുത്തായിരുന്നു. അവർ കിണറ്റിൽ ചാടി ആത്മഹത്യാ ശ്രമം. അപ്പോൾ അത് അവസാനം ഒത്തുതീർപ്പിലായി. അതിൻ്റെ ഫൈൻ അടച്ച് ആ കേസും ക്ലോസ് ചെയ്തു. ഇതുപോലെ ആ ഏരിയ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് വാറ്റുകാരായും നമ്മളെ ഓർക്കാട്ടേരി, കക്കട്ടിൽ, നാദാപുരം, തൊട്ടിൽപ്പാലം, വടകര ഈ ഏരിയയിലൊക്കെ അത് കുടിൽ വ്യവസായം പോലെ. അവിടെ ചെന്ന് സാധാരണഗതിയിൽ റെയ്ഡും ഒക്കെ നടത്തി ഒരു പ്രതിയെ പിടിച്ചോണ്ടൊന്നും പോരാൻ പറ്റില്ല. ആളുകൾ സംഘടിതമാണ്, കുടിൽ വ്യവസായമായിട്ട് നടത്തുന്ന അവിടെ. അപ്പൊ അങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ അവിടെ ഉണ്ട്. കൂട്ടുകാരെ, അപ്പം പപ്പയുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ അനുഭവങ്ങൾ കേട്ടല്ലോ. ഒത്തിരി അനുഭവങ്ങളുണ്ട്. ഞങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെ ഒത്തിരി കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പോൾ അതിലൊരു അനുഭവമാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. അപ്പം പപ്പയ്ക്ക് കണ്ണിൻ്റെ കാറ്ററാക്ട് സർജറി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഇവിടെ തീരുകയാണ്. ഇപ്പോൾ അടുത്ത അനുഭവങ്ങൾ പപ്പയുടെ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് അനുഭവങ്ങളായിട്ട് ഞങ്ങൾ അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. ഓക്കെ.